ഇറ്റ്സ് മീ റാഷിദ് അമീൻ. എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ലേണേഴ്സ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വരുന്ന ക്വസ്റ്റ്യനുകളിൽ ഈ ഒരു ചിഹ്നങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണെന്ന് പറയാൻ പോകുന്നത്. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ ബെല്ലൈക്കണം ഒന്ന് അമർത്തുക. അതേപോലെ നമ്മുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ പേജൊന്ന് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിൽ ഫോളോയും ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോയിലേക്ക് പോകാം. ലേണേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വരുന്ന ചിഹ്നങ്ങളാണ് ഇതൊക്കെ. നമുക്ക് ഇതിൽ തന്നെ നിർബന്ധമായിട്ട് പാലിക്കേണ്ട ചിഹ്നങ്ങൾ ഈ ഒരു റൗണ്ടിൽ ക്രോസ് ചെയ്തിട്ടുള്ളത്, അതേപോലെ കാര്യങ്ങളൊക്കെ വരുന്നത് നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കേണ്ട ചിഹ്നങ്ങളാണ്. അതേപോലെ മുന്നറിയിപ്പ് ബോർഡുകളാണ് ഈ ഒരു ഷേപ്പിൽ നമുക്ക് വരിക. അപ്പം മുന്നറിയിപ്പ് ബോർഡുകളായിട്ടുള്ളതാണ് ഈ ഒരു ഷേപ്പിൽ വരിക. അപ്പോൾ അത് നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അറിവിലേക്കായി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കാര്യം. ഈ ഒരു ചിഹ്നത്തിൽ വരുന്ന സാധനങ്ങളൊക്കെ അറിവിലേക്കായി എന്ന് പറഞ്ഞിട്ട് 3 സെക്ഷനായിട്ടാണ്. അറിവിലേക്കായും അതേപോലെ മുന്നറിയിപ്പുകൾ അതേപോലെ നിർബന്ധമായും പാലിക്കേണ്ട എന്നുള്ള 3 സെക്ഷനായിട്ടാണ് നമുക്ക് ഈ ചിഹ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ 3 സെക്ഷനായിട്ട് തന്നെ നിങ്ങളത് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഈ ഒരു ചിഹ്നം വഴി കൊടുക്കുക എന്നതാണ്. നിർത്തുക എന്നുള്ള അടയാളമാണിത്. പ്രവേശനമില്ല എന്നുള്ളൊരു ചിഹ്നമാണിത്. റൗണ്ട് ചെയ്തിട്ട് മുന്നിലോട്ടുള്ള ആരോ ക്രോസ് ചെയ്തിട്ടാണുള്ളത്. മുന്നോട്ട് പ്രവേശനമില്ല എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൺ വേ അടയാളങ്ങൾ എന്നുള്ളതാണ് ഈ ഒരു 2 ചിഹ്നങ്ങൾ. അപ്പോൾ 2 സൈഡിലേക്കുമുള്ള ആരോ ഒന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യും, ഒന്ന് മുന്നോട്ടും ക്രോസ് ചെയ്യും, ഒന്ന് ബാക്കോട്ടും ക്രോസ് ചെയ്യും. അതേതാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ, ഇത് 2 ദിശയിലേക്കും വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. 2 സൈഡിലേക്കുള്ള ആരോൻ്റെ മുകളിൽ ക്രോസ് വന്നിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലേക്കും വാഹനങ്ങൾ നിരോധിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മോട്ടോർ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. കാറിൻ്റെയും ബൈക്കിൻ്റെയും ചിഹ്നം ഉണ്ടാവും. അതിനെ ക്രോസ് ചെയ്തിട്ട് ആണ് ഇതുള്ളത്. അതുകൊണ്ട് മോട്ടോർ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ട്രക്കിൻ്റെ മുകളിൽ ക്രോസ് ചെയ്തിട്ടുള്ള ചിഹ്നമാണ്. അതുകൊണ്ട് ട്രക്ക് നിരോധിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഒരു ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാളവണ്ടിയും കൈവണ്ടിയും നിരോധിച്ചിരിക്കുന്നു. അവർ 2 കാളവണ്ടിയുടെ അതേപോലെ കൈവണ്ടിയുടെയും മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിഹ്നം ശ്രദ്ധിക്കുക. കാളവണ്ടി നിരോധിച്ചിരിക്കുന്നു. ഇതിൽ കാളവണ്ടി മാത്രമാണ് നിരോധിച്ചിരിക്കുന്നത്, കൈവണ്ടി എന്നുള്ളത് ഇതിലില്ല. അപ്പോൾ ക്വസ്റ്റ്യന് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ടോങ്ക നിരോധിച്ചിരിക്കുന്നു, അഥവാ കുതിരവണ്ടി എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ചിഹ്നത്തിൻ്റെ മുകളിൽ ക്രോസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. സൈക്കിളിൻ്റെ ചിഹ്നത്തിലാണ് ക്രോസ് വന്നിരിക്കുന്നത്. സൈക്കിൾ നിരോധിച്ചിരിക്കുന്നു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാൽനടക്കാർക്ക് നിരോധനം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ തന്നെ സീബ്രയുടെ ലൈനൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യനുകളും വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനുകൾ കാൽനടക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യന് ശരിക്കും ശ്രദ്ധിച്ച് മാത്രം ആൻസർ ചെയ്യാം. വലത്തോട്ടുള്ള ആരോൻ്റെ മുകളിലാണ് ക്രോസ് വന്നിരിക്കുന്നത്. വലത്തോട്ട് തിരിയാൻ പാടില്ല എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇടത്തോട്ട് തിരിയാൻ പാടില്ല എന്നതാണ്. ഇടതുവശത്തേക്കുള്ള ആരോൻ്റെ മുകളിൽ ക്രോസ് വന്നിരിക്കുന്നുണ്ട്. ഇതിൽ എന്താ വിഷയം എന്ന് വെച്ചാൽ ഇടത്തോട്ട് വലത്തോട്ടുള്ള ആരോ ഉണ്ടാവും. അത് നമ്മൾ കൺഫ്യൂഷൻ ആവുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ആൻസർ ചെയ്യാം. യു ടേൺ തിരിയാൻ പാടില്ല എന്നതാണ്. യുവിൻ്റെ മുകളിൽ നമുക്ക് ക്രോസ് കാണാം. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കാം. ഒരു നേർരേഖന വെച്ചിട്ട് അതേപോലെ റൗണ്ട് ഒരു ചിഹ്നവുമാണ്. ആ റൗണ്ട് ചിഹ്നത്തിനെയാണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. ഓവർടേക്കിംഗ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓവർടേക്കിംഗ് പാടില്ല എന്നതാണ് ഈ ഒരു ചിഹ്നം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഹോൺ പാടില്ല എന്നതാണ് ഇത്. ഹോണിൻ്റെ മുകളിലാണ് ക്രോസ് ചിഹ്നം വന്നിരിക്കുന്നത്. ഈ ഹോണിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിർബന്ധമായിട്ടും ഹോൺ മുഴക്കേണ്ട ചിഹ്നങ്ങളുണ്ട്. അപ്പോൾ ഹോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. സ്പീഡ് പരിധിയാണ് ഈ ഒരു ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ 50 കിലോമീറ്റർ സ്പീഡ് മാത്രമേ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റൂ. 50-ൽ താഴെ ആകുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സ്പീഡ് പരിധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിഹ്നമാണിത്. ഓക്കെ, 2 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള വാഹനങ്ങൾക്ക് ഈ ഒരു ചിഹ്നമുള്ള ഏരിയയിലേക്ക് പ്രവേശനമില്ല എന്നതാണ് ഈ ഒരു ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാഹനം വീതിക്ക് പരിധി
എന്നതാണ് ഈ പറയുന്നത്. അപ്പം കൂടുതൽ വീതിയുള്ള വാഹനങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു റോഡ് അല്ലെങ്കിൽ ഈ ഒരു പാലം ഒക്കെ യൂസ് ചെയ്യാതിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാഹന ഉയരത്തിന് പരിധി എന്നതാണ് ഈ ഒരു ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാഹന വീതിക്ക് പരിധിയും അതേപോലെ വാഹന ഉയരത്തിന് പരിധിയും കൺഫ്യൂഷനാകുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. ഈ ഒരു ചിഹ്നം ആക്സിൽ ഭാരപരിധിയാണ്. എത്ര ടണ്ണാണോ വണ്ടിയിൽ ആ ഒരു വാഹനത്തിൽ കയറ്റാൻ പറ്റുക അതിൻ്റെ പരിധിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതും ക്വസ്റ്റ്യനുകൾ സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പം ശരിക്കും ശ്രദ്ധിക്കാം. നിയന്ത്രിത മേഖല കഴിഞ്ഞു. വാഹനത്തിൻ്റെ വേഗതാ നിയന്ത്രണം അങ്ങനെയുള്ള നിയന്ത്രിത മേഖല കഴിഞ്ഞാൽ ഈ ഒരു ചിഹ്നമാണ് കാണിക്കുക. വാഹനത്തിന് നീളപരിധി, വാഹനത്തിൻ്റെ നീളം അത് ചിലത് 10 ആവാം, 5 ആവാം, 6 ആവാം, അങ്ങനെയൊക്കെ വരും. അപ്പോൾ അവർ നീളപരിധിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ചിലപ്പം പല രീതിയിലായിരിക്കും വരിക. അപ്പം ശ്രദ്ധിക്കുക എല്ലാവരും. പാർക്കിംഗ് പാടില്ല എന്നതാണ് ഈ ഒരു ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഈ ഒരു ചിഹ്നം വരുന്നത്. ഈ ബ്ലൂ ഷെയ്ഡിൽ വരുമ്പം നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരിക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നിർത്തരുത് എന്നൊരു ചിഹ്നമാണ്, ക്രോസാണ്. നാല് സൈഡിലേക്കും ക്രോസായിട്ട് വരുന്ന ചിഹ്നമാണ്. ഹോൺ നിർബന്ധമായി മുഴക്കുക എന്നതാണ്. ഇതിൻ്റെ മുമ്പത്തെ ഒരു ചിഹ്നം ഉണ്ടായിരുന്നു, ഹോൺ മുഴക്കരുത് എന്ന് പറഞ്ഞിട്ട് ഹോണിൻ്റെ മുകളിൽ ഒരു ക്രോസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിഹ്നം കൺഫ്യൂഷൻ ആവരുത്. ബ്ലൂ ഷെയ്ഡിൽ ആണ് ഈ ഒരു ചിഹ്നം വന്നിരിക്കുന്നത്. ഇടത്തോട്ട് മാത്രം തിരിയുക എന്നതാണ്. അതുകൊണ്ട് ഇടത്തോട്ട് മാത്രം പോകാനേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ. മുന്നോട്ട് മാത്രം നീങ്ങുക എന്നതാണ് ബ്ലൂ ഷെയ്ഡിൽ നേരെയുള്ള ചിഹ്നമാണ്. മുന്നോട്ട് മാത്രം പോവുക, നിർബന്ധമായിട്ടും മുന്നോട്ട് പോവുക എന്നതാണ് ഈ ഒരു ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലത്തോട്ട് മാത്രം തിരിയുക. വലതുവശത്തേക്കുള്ള ആരോ കാണാം, നിർബന്ധമായിട്ടും വലത്തോട്ട് മാത്രം തിരിയേണ്ട വീഡിയോ. മുന്നോട്ടോ അതേപോലെ വലത്തോട്ടോ മാത്രം പോവുക എന്നതാണ് ഈ ഒരു ചിഹ്നം. ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു ചിഹ്നം വന്നിരിക്കുന്നത്. മുന്നോട്ടോ ഇടത്തോട്ടോ മാത്രം പോവുക എന്നതാണ് ഈ ഒരു ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ ചിഹ്നം തന്നെ ഇതിൻ്റെ മുമ്പത്തെ വലത്തോട്ട് പോകുന്ന ചിഹ്നവുമായിട്ട് നമ്മൾ കൺഫ്യൂഷൻ ആവാതിരിക്കണം. ഇടതുവശം ചേർന്നേ പോവാവൂ എന്നതാണ് ബ്ലൂ ഷെയ്ഡിൽ ഈ ഒരു ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈക്കിളുകൾക്ക് മാത്രമുള്ള വഴി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ. ഈ ഒരു ചിഹ്നം ഭാരപരിധിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. 5 ടണ്ണ് എന്നതാണ് ഈ ഒരു ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 5 ടണ്ണിൽ കൂടുതലുള്ള ഭാരം കയറ്റിയ വാഹനങ്ങൾ പോകാൻ പാടില്ല എന്നതാണ്. ഇതിൽ 5 എന്നുള്ളത് 4 ആവാം, അങ്ങനെ പല വ്യത്യാസങ്ങളും വരും. അപ്പോൾ ശ്രദ്ധിക്കാം. ഇതിൽ കൈവണ്ടിയുടെ മുകളിലാണ് ക്രോസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കൈവണ്ടി നിരോധിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഒരു ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ചിഹ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിലൊരു 9 മിനിറ്റിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏകദേശം ഒരു 40% മാർക്ക് ചിഹ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ് വരിക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായിട്ട് ഇതും ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന വീഡിയോസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഓക്കെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം. അതേപോലെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കമൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയും ചെയ്യാം.